ഇത്തവണത്തെ ഓണം കേരളത്തിലെ കുട്ടികൾ ഡെഡിക്കേറ്റ് ചെയ്തത് ഒരു ഉസ്താദിനും അതുപോലെ കുലുക്കിത്താത്തായിക്കുമാണ്. കുലുക്കിത്താത്ത ഏതാണ്ട് ദുബൈയിൽ കിടന്ന് കുലുങ്ങി ഒരു വഴിക്കായെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം കുട്ടികൾ ടാഗ് ചെയ്തിട്ടാണ് ഡാൻസ് കളിച്ചതും പാട്ടുപാടിയതും തിരുവാതിരയും എല്ലാം. എന്തായിരുന്നാലും ആദ്യം ഉസ്താദ് പറയട്ടെ. ഈ വർഷത്തെ ഓണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള റീലുകളെല്ലാം മുസ്ലിം കുട്ടികളുടെയാണ്, മുസ്ലിം പെൺകുട്ടികളാണ്. ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ ഈ തൊടുപുഴ പരിസരത്ത് ഒരുപാട് കോളേജുകളുണ്ട്. പിന്നെ കുറെ ആളുകൾ ഞാൻ ആ പ്രസംഗിച്ച ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് എന്നോടൊരു വൈരാഗ്യ ബുദ്ധി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് ഉസ്താദെ അടങ്ങും എന്ന രീതിയിലൊക്കെ വീഡിയോ ഇറക്കുന്നുണ്ട്. നഷ്ടം എനിക്കല്ല, എനിക്ക് അത്ര പേരാണ്. ഞാനൊരു മതപണ്ഡിതനാണ്, ഞാനൊരു പ്രസംഗത്തിന് ദീനി ധർമ്മത്തിന് പോകുന്ന ഒരാളാണ്, ഞാനൊരു പള്ളിയിൽ സേവനം ചെയ്യുന്ന ഇമാമാണ്. ഞാൻ പള്ളിയിലും പറയാറുണ്ട്, സദസ്സുകളിലും പറയാറുണ്ട്, നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ സ്നേഹിക്കണം. പക്ഷെ ഇസ്ലാമിന്റെ ആദർശം എന്ന് പറയുന്നത് ഒരു പരിധി വിട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിനും പോകാൻ പാടില്ല. ആ പരിധി എന്ന് പറയുന്നത് എന്താ? ഡാൻസ് കളി. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇന്നലെ മുതലുള്ള ഒരു ഫേസ്ബുക്ക് വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നലെ മുതലുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും തലകുനിക്കാണ്. നമ്മുടെ പെൺകുട്ടികളെ ഡാൻസും എല്ലാം വേണ്ട. നമ്മളിപ്പോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ BA സോഷ്യോളജി പഠിച്ച ഒരാളാണ്. ഞാൻ കോഴിക്കോട് കോളേജിൽ പഠിച്ച ആളാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ലിമിറ്റ് വിട്ട് പിന്നെ ഞാൻ അന്ന് നിന്നൊന്നും പറയും, ഇതൊക്കെ മുസ്ലിം സഹോദരിമാരോടെ പറയുന്നത്. ഹൈന്ദവ സഹോദരന്മാർ അവർക്ക് എന്തു ആകാം, കാരണം അവർക്ക് അവരുടെ മതത്തിന്റെ ആചാരങ്ങളുണ്ട്, അതിനുള്ള നിബന്ധനകളുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അവർക്കുള്ള നിബന്ധനകളും എല്ലാവിധ മാമൂലുകളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യമാണ് മുസ്ലിം സഹോദരിമാരോടും മുസ്ലിം സഹോദരങ്ങളോട്. പിന്നെ ചില ആളുകൾ ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, അത് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം. ഒരിക്കലല്ല, മുസ്ലിം സഹോദരങ്ങൾക്കും ഇത് പ്രശ്നം തന്നെയാണ്. അല്ല, നമ്മൾ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഈ അല്ല ഉസ്താദെ, നമ്മൾ പറയുമ്പോഴെല്ലാം പെണ്ണിനെ അഡ്രസ് ചെയ്തിട്ടാണല്ലോ പറയാറ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പെണ്ണിനു മാത്രം അത് പാടില്ല, ഇത് പാടില്ല, മറ്റേത് പാടില്ല, പെണ്ണ് തട്ടമിട്ട് ഡാൻസ് കളിക്കരുത്. ആണിന് കളിക്കാമോ? ആണിനാകാമോ? നിങ്ങളെന്തിന് പെണ്ണിന്റെ പിന്നാലെ കൂടുന്നത്? കടന്നു പോകുമ്പോൾ അതൊരു പ്രയാസം. നിങ്ങൾ പായസം കുടിക്കുകയോ നിങ്ങൾ സദ്യ കഴിക്കുകയോ അരവണ കൊണ്ട് നമ്മൾ ബിസ്മില്ലായിട്ട് അരവണ കഴിച്ചാൽ ഞാനും ഇല്ലെന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇതിനൊന്ന് വളച്ചൊടിക്കണം. പക്ഷേ ഉസ്താദെ, സിംസാറിലൊക്കെ ഉദവി പറഞ്ഞതും കൂടി കേൾക്കണം. ഒരു ഡിപ്ലോമസി ആകണം. മിഠായി തിന്നിട്ട് സദ്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോണം. ക്രിസ്മസ് കേക്ക് കഴിക്കരുത്, വിഷു ചെയ്യരുത്, ഓണസദ്യ കഴിക്കരുത്, ഇതൊക്കെയാണ് ആള് പറഞ്ഞത്. അപ്പൊ ബിസ്മി പറഞ്ഞിട്ട് അരവണയൊക്കെ, അയ്യോ ഉസ്താദ് നാളെ മതത്തിന് പുറത്താകുമെന്നറിയില്ല. എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഇല്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഞാൻ ഈ 160-170 വീഡിയോ കാണുമ്പോൾ സ്വാഭാവികം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്ന ഒരാളാണ്. ഞാനിത് കയറി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ബാക്കിയുള്ളൊരു വീഡിയോക്ക് റീച്ചില്ല, ഇതിന് മാത്രം റീച്ചാണ്. അപ്പോൾ ഉസ്താദിന്റെയും പ്രശ്നം റീച്ചാണ്, ഉസ്താദിന്റെയും പ്രശ്നമെന്ന് മനസ്സിലായി. ഹറാമും ഹലാലും ഓണവും തട്ടമിട്ട ഡാൻസും റീച്ചും ഒക്കെ പറഞ്ഞു വന്നതാണ് ഉസ്താദ്. ഉസ്താദിന്റെ നെഞ്ചത്ത് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് സ്ത്രീകളും പുരുഷന്മാരും ഇറങ്ങി. വടം വലിക്കാമോ ഉസ്താദെ? കുഴപ്പമുണ്ടോ? ബിസ്ക്കറ്റ് കടി, വടം വലി, സുന്ദരിക്ക് പൊട്ടുതൊടല്, തിരുവാതിര കളി, ഇനിയിപ്പോ അതല്ലെങ്കിൽ നമുക്ക് തിരുവാതിര കളി പോലെ മാപ്പിളപ്പാട്ടോ അതല്ലെങ്കിൽ ഒപ്പനപ്പാട്ടോ ഒക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഉസ്താദെ? എന്തിനാ ഉസ്താദ് ഈ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങുന്നത്? നിങ്ങള് തട്ടമിട്ട് ഡാൻസ് കളിക്കരുത് എന്നേ ഉസ്താദും നമ്മുടെ കുലുക്കിത്താത്തായും പറഞ്ഞുള്ളൂ. തട്ടമിടാത്ത ഒരാളെ കാണാൻ പറ്റുന്നില്ല. ഇത്തവണ തട്ടമിടാത്ത പൊട്ടുതൊട്ട പെൺകുട്ടികളൊക്കെ ഒന്ന് മാറിക്കൊടുത്തു. കാരണം ഇവർക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റവർക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം സന്തോഷങ്ങളുണ്ട്. അവർക്ക് എന്തും ആസ്വദിക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ മതത്തിനകത്താണ്. അവിടെയാണല്ലോ കുറച്ച് ഹറാമും ഹലാലും ഒക്കെ കയറി വരുന്നത്. അതുകൊണ്ട് ആ പിള്ളേർ എത്ര സന്തുഷ്ടരാണെന്ന് ആലോചിച്ച് നോക്കി. അവരുടെ മുഖം കണ്ടാൽ അറിയാം, അവർ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവം അഥവാ ഒരു കാർഷിക ഉത്സവം, ആ പിള്ളേരൊന്ന് ഊഞ്ഞാലാടുകയോ ഒന്ന് വടം വലിക്കുകയോ ഒന്ന് ഡാൻസ് ചെയ്യുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ആസ്വദിച്ചാൽ ഇവർക്കൊക്കെ എന്ത് കുരുക്കളാണ് ഈ പൊട്ടാനുള്ളത്? പിള്ളേര് തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നു എന്നതാണ്. വല്ല കാര്യവും ഉണ്ടായിരുന്നു? ഇത്ര വർഷവും ഇല്ലാത്ത രൂപത്തിൽ ഈ വർഷത്തെ ഓണം മാത്രം തട്ടം തൂക്കാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെയൊക്കെ കുത്തിത്തിരിപ്പ് തന്നെയല്ലേ? അല്ലേ?
തട്ടമിട്ട് കളിക്കുന്ന ഡാൻസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാവുക, അതിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ഉണ്ടാവുക, തട്ടമിട്ട് ഡാൻസ് കളിച്ചാലാണ് വൈറലാകുക എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ, അല്ലേ? അപ്പോൾ ശരിക്ക് ഈ കുട്ടികളെ, അതായത് മാളത്തിനകത്തിരുന്ന കുട്ടികളെ കുത്തിപ്പൊക്കി തിരികൊടുത്ത് പുറത്തിറക്കിയതിന് പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ? ഞാൻ കുലുക്കിത്താത്തയോടും ഈ ഉസ്താദ് മലരനോടുമാണ് ചോദിക്കുന്നത്, ഇവര് തന്നെയല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ? കാണുക, തട്ടമിട്ട് തന്നെ കളിക്കാനാണ് അവരുടെ തീരുമാനം, അതാണ് അവരുടെ സന്തോഷം. ആ മുസ്ലിം കുട്ടികളൊക്കെ ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാറി നിന്ന് വീഡിയോ പിടിച്ച് അവരെ വൈറലാക്കി കൊടുക്കുക എന്ന ദൗത്യത്തിൽ മാത്രം അവരങ്ങോട്ട് ചുരുങ്ങി. നിങ്ങൾ ഇനി ഇവരോട് ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബിലെ ഹറാമും ഹലാലും ഒക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരാരെങ്കിലും അത് കേൾക്കൂ? നിങ്ങളിത് പറഞ്ഞാലേ അവരിത് അംഗീകരിക്കുമോ? നിങ്ങളുടെ മതവും എന്ത് പറയുന്നു? അതായത് കേരളത്തിലെ ഏതാണ്ട് 90% സ്ത്രീകളും മുസ്ലിം പെൺകുട്ടികളും തട്ടമിട്ട് ഡാൻസ് കളിക്കാൻ ഇറങ്ങി. ഇവരെ ഇങ്ങനെ ഇറക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് മതപുരോഹിതന്മാരും അതുപോലെയുള്ള മുറിത്താത്താമാര്, കുലുക്കിത്താത്താമാരുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. മുബീന എന്ന് പറയുന്ന കുലുക്കിത്താത്തായ്ക്ക് കുലുക്കാമായിരുന്നു, കളിക്കാമായിരുന്നു, ഒരു പ്രോബ്ലവും ഉണ്ടായില്ല. പക്ഷെ മറ്റവരാരെങ്കിലും കുലുക്കുകയോ തുള്ളുകയോ ആടുകയോ പാടുകയോ ചെയ്താൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരുത്തിയാണ് ഇന്ന് കേരളത്തിൽ ഇത്രയും കുട്ടികൾ മതത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ 2 പേർ, ഇവര് 2 പേര് മാത്രമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുരോഹിതന്മാര് തിരിച്ചറിയണം ഇവരെ. കണ്ടോ, ഈ ഓണത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് പുറത്തു വന്ന റീൽസുകളിലും വീഡിയോകളിലുമെല്ലാം തട്ടമിട്ട പെൺകുട്ടികൾ നിറഞ്ഞാടുന്നത് കണ്ടോ? അപ്പോ വെറുതെ ഒരു ഡാൻസിന്റെ ഭാഗം കണ്ടു, അത് അതിന്റെ വഴിക്ക് വിടേണ്ടതിന് പകരം തട്ടമിട്ട് കളിച്ച കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയതും വൈറലായതും എന്നൊക്കെ പറഞ്ഞിട്ട് കുലുക്കിത്താത്ത രംഗത്ത് വന്നു. പിന്നീട് താത്താടെ കുലുക്കല് പിള്ളാര് കുത്തിപ്പൊക്കി പുറത്തിട്ടു. പിന്നീട് താത്താടെ തനി നിറം ശരിക്കും ആളുകൾക്ക് മനസ്സിലായി. പിന്നെ താത്തായെ പൊക്കി പിടിച്ച് ഒന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിച്ച് ഒരുപാട് കാക്കാമാരും ഉസ്താദന്മാരും പുരോഹിതന്മാരും ഒക്കെ വന്നു. ഈ പിള്ളാര് നാളെ മതത്തിൽ നിന്നും പുറത്തു വന്നാലും അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ കൈവെള്ളയില് നമ്മള് കടലിലെ മണൽ പരപ്പുകള്, മണൽ വാരിയെടുത്തിട്ട് മുറുകെ പിടിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ പോലും അറിയാതെ ആ മണല് നമ്മളിൽ നിന്നും ഊർന്നു പോകുന്നത് പോലെ നിങ്ങൾ എത്രമാത്രം ഈ കുട്ടികളെ 6-ാം നൂറ്റാണ്ടിലെ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു, അത്രമാത്രം ആ പിള്ളേര് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഫോട്ടോ എടുക്കരുത്, വീഡിയോ പിടിക്കരുത്, റീൽസ് ചെയ്യരുത്, തട്ടമിട്ട് ഡാൻസ് കളിക്കരുത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് മതത്തിന്റെ മാമൂലുകൾ പുതിയ ജനറേഷനിലെ പിള്ളേരിലേക്ക് വച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ അവരത് മൈൻഡ് പോലും ചെയ്യില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് അവർ ധിക്കരിക്കുകയും ചെയ്യും. തട്ടമിട്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞു, തട്ടമിട്ടത് ആ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പെൺകുട്ടികളും ചുവട് വെക്കുന്നു. ഇനി എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ? ഇനി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവരെ പിടിച്ചു നിർത്തുന്നത്? അപ്പോ ആ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമവും ഗോത്ര കിതാബും ആ ഗോത്ര നേതാവും ഒക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകലമാന സന്തോഷങ്ങളും നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഇന്ന് മനുഷ്യര് തിരിച്ചറിയുന്നു. നമ്മുടെ എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങളും സന്തോഷങ്ങൾക്കുമൊക്കെ എതിരാണ്. ഓണസദ്യ, അച്ചാറും സാമ്പാറും പരിപ്പും പപ്പടവും ഒക്കെ വിളമ്പുന്നത് തട്ടത്തിൻ മറയത്തെ കുട്ടികളാക്കണ്ട. തട്ടമിട്ട പെണ്ണ് വിളമ്പുന്ന സാമ്പാറിന് നല്ല കായത്തിന്റെ മണമുണ്ടെന്ന് തോന്നുന്നു. ഇത് നിങ്ങളാണ് ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന് കെട്ടിയതിന് പിന്നിൽ നിങ്ങളാണ് സുഹൃത്തുക്കളെ, സംശയമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിട്ടോ. അതിന്റെ സംശയം കൂടിയാണ്. എന്താ അറിയോ, ഇനിയിപ്പോ ഈ നബിദിനത്തിന് റബീഉൽ അവ്വൽ 12 ഈ നബിദിനത്തിന് കുട്ടികളുടെ ഘോഷയാത്ര, കുട്ടികളല്ല എല്ലാവരുടെയും ഘോഷയാത്ര അതേപോലെ എല്ലാ മദ്രസകളിലും ഉണ്ടാവും.
അതേപോലെ തന്നെ ദഫ് പ്രോഗ്രാമുകള്, പിന്നെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് കുട്ടികളുടെ മതഗാനങ്ങളൊക്കെ പാടിയിട്ട് അതിലൊക്കെ ഈ പറയുന്ന ഹൈന്ദവര് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈന്ദവരുണ്ടാവാറുണ്ട് കുട്ടികൾക്ക്, അതായത് നബിദിന റാലി പോകുമ്പോൾ അതില് കുട്ടികൾക്ക് മധുരം കൊടുക്കാൻ, പൂമാല ഇടാൻ, പിന്നെ പൂമാല അണിയിച്ചിട്ടും പിന്നെ ചില മദ്രസകളിലൊക്കെ ഞാൻ കാണാറുണ്ട്, അതായത് ഹൈന്ദവ മതത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് മതഗാനങ്ങളൊക്കെ പാടിയിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും ആരും ഒന്നും പറച്ചിലില്ല. ഇതുവരെ ഒന്നും ഇനിയിപ്പോ പറഞ്ഞിട്ടില്ല. അതിപ്പോ ഒരു നേരെ മറിച്ച് ഒരു ഹിന്ദുക്കളെ പരിപാടിക്ക്, അതായത് ഒരു ഓണത്തിനോ അല്ലെങ്കിൽ പൂരത്തിനോ പോയിട്ട് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും പരിപാടിക്ക് കൂടി കഴിഞ്ഞാൽ നിങ്ങളെ ഈ മൂല്യന്മാരെ കയ്യിൽ ഒരു മൈക്ക്, പബ്ലിക്കിൽ മൈക്ക് കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ വയത് പറയും. വയത് പറയേണ്ട കാര്യങ്ങളാവില്ല നിങ്ങൾ പറയാം, നിങ്ങൾ വേറെ നാട്ടിലെ നന്നാക്കുന്ന കാര്യങ്ങളായിരിക്കും പറയാം. അതൊന്ന്. ഏതെങ്കിലും ഒരു ഹൈന്ദവ മതത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു ഓണത്തിനോ അല്ലെങ്കിൽ പൂരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തില് ഒരു പബ്ലിക്കിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ പരിപാടിക്ക് ഒരാളും പോവരുതേ അല്ലെങ്കിൽ ഓരോ ഒന്നിനും കൂടരുതേ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഒരുപാട് മുസ്ലിങ്ങളുടെ, അതായത് നമ്മുടെ ഇസ്ലാം മതത്തിലെ ഉസ്താദുമാരെ വയലുകളിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓണത്തിന് പങ്കെടുക്കല്ല, മറ്റുള്ളതിന് പങ്കെടുക്കരുത്. സത്യത്തിൽ എനിക്ക് അറിയാത്തോട് ചോദിക്കണം, ആരാണ് സത്യത്തില് മതവർഗീയതയായിട്ട് നടക്കുന്നത്? എന്റെ സംശയം മാത്രമാണത്. ഇനിയിപ്പോ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഇപ്പോ മുസ്ലിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. അത് വലിയ ഒരു മാറ്റമാണ്. ഈ മാറ്റത്തിന് തിരികൊളുത്തിയ ഇവർക്കൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ നവോത്ഥാന നായകനെന്നും നായകി എന്നും ഒക്കെ പറഞ്ഞിട്ട് ചില പ്രിവിലേജുകൾ നൽകാൻ. നന്ദി.